ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഒരു പോമോഗ്രാനറ്റ് സിറപ്പാണ്. കണ്ടില്ലേ, ഇതാണ് മാതള നാരങ്ങ കൊണ്ടുള്ള സിറപ്പ്. നമുക്ക് ഇനി കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈസിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ: മാതള നാരങ്ങ മിക്സിയിൽ അടിച്ച് ഒരു തുണി വെച്ചിട്ട് പിഴിഞ്ഞെടുത്താണ്. 2 മാതള നാരങ്ങയുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് ജ്യൂസ് മാത്രം എടുത്താണത്. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ പകുതി നീര് കേട്ടോ, പകുതി നാരങ്ങയുടെ നീര് മതി, ലെമൺ ജ്യൂസ് പകുതി. പിന്നെ 1 ടീസ്പൂൺ ശർക്കര ചെറുതായിട്ട് പൊടിയായിട്ട് ചിരക്കിയെടുത്തത്. പിന്നെ ഫുഡ് കളർ, റോസ് ഫുഡ് കളർ, റെഡോ റോസോ, ഞാനിവിടെ റോസാണ് എടുത്തേക്കുന്നത്, റോസ് ഫുഡ് കളർ. അത് കുറച്ച് മതി കേട്ടോ. അപ്പം നല്ല കളറുള്ള ജ്യൂസ് ആണെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ചേർക്കുന്നു എന്നുള്ളത്. ഇപ്പം ഓൾറെഡി നല്ല കളറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അടുപ്പത്ത് പാൻ ചൂടാക്കാൻ വെച്ചു, നമ്മളിത് ജ്യൂസ് ഒഴിച്ചു. ഇതിപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഇതിൻ്റെ മാതളനാരത്തിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഇപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. ഇനി അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ചിലപ്പോൾ ചില മാതളനാരങ്ങ മേടിക്കുമ്പോൾ ഇത്രയും കളർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ കളർ ചേർക്കുന്നത് പറഞ്ഞത് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. മധുരമൊക്കെ ഇതിൽ കൂടുതൽ ചേർക്കണം അതിലുള്ളവർക്ക് ചേർക്കാം. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂൺ കറക്റ്റാണിത്. ഇത് നന്നായിട്ട് ഇളക്കുക. ഇനി പഞ്ചസാര അലിയണ വരെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അപ്പം നമ്മളിത് കുപ്പിയിലൊക്കെ ഒഴിച്ച് വെച്ചാൽ ഒത്തിരി നാൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ ഇത് നിൽക്കും. ഇനിയിപ്പോൾ ചൂടുകാലം വരാൻ പോവുകയാണല്ലോ, നമുക്ക് ഇടയ്ക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സിറപ്പൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണ്. ഓക്കെ, തിളച്ചു. ഇനി നമുക്ക് ശർക്കര കുറച്ച് മതി കേട്ടോ. ഒരു ടീസ്പൂൺ ശർക്കര നമ്മളിങ്ങനെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചേരേണ്ടി ഇടില്ലേ, അത്ര കുറച്ച് മതി, 1 സ്പൂണ്, അത്ര 1 ടീസ്പൂൺ മതി. അത് പൊടിയാക്കണം എന്ന് മാത്രം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ അതിൻ്റെ കളറ്, അത് ചൂടായപ്പോഴത്തേക്ക് അതിൻ്റെ കളറ് മാറിയത് കണ്ടോ. നമുക്ക് നാരങ്ങ നീരൊഴിക്കാം. കാരണം ഇതിപ്പം സിറപ്പ് എൻ്റെ ആ പരുവം ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ മരുന്നിൻ്റെ ആ സിറപ്പില്ല, ഏകദേശം അത് ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. എൻ്റെ കളറ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. കളറ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഞാൻ പക്ഷേ ചേർത്ത് ജസ്റ്റ് 2-3 തുള്ളി ചേർത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിൽ കളറ് ചേർക്കാം. അപ്പോൾ അതിന് പകരം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക.
ഞാൻ കളർ ചേർത്തു. അപ്പം നമ്മുടെ പോമഗ്രാനറ്റ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.